ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ഇത് നോക്കാം. മുദാഫിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദുൻ റസൂലുള്ളാഹി. മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ, ഇൻ്റെ എന്ന് പറഞ്ഞാൽ അത് മുദാഫിലെയാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന വിഷയം മുദാഫ് ഖബറും ആകാം മുബ്തദിയും ആകാം. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതൊന്നും കൂടി നോക്കുകയാണ്. മുദാഫ് എന്താകാം? ഖബറും ആകാം മുബ്തദി ആകാം. അപ്പോൾ ഇവിടെ ഈ ജുംലയിൽ മുദാഫ് ഖബറാകാണ്. കാരണം മുബ്തദി ഏതാ? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദാണ് മുബ്തദ. കാരണം ആരംഭിക്കുന്ന ഇസ്മ് മുഹമ്മദാണ്. ഓക്കെ, അപ്പോൾ അതാണ് മുബ്തദ. അത് മർഫൂവാണ്. മുഹമ്മദുൻ അത് മാരിഫിയാണ്. ഓക്കെ, പേരുകൾക്ക് അലിഫ്ലാം ഇടൂല. അൽ മുഹമ്മദ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അല്ലിടാതെ തന്നെ മുഹമ്മദ് എന്താണ്? മാരിഫയാണ്. അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് കിട്ടുന്ന വാർത്ത എന്താണ്? ഖബർ എന്താണ്? റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ റസൂലാണ്. അപ്പോൾ റസൂലാണ് ഖബർ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുമ്പോൾ റസൂൽ എന്തും കൂടിയാണ്? മുദാഫും കൂടിയാണ്. അപ്പോൾ റസൂലിനെ കുറിച്ച് എന്താ പറയുക? ഖബറുൻ വഹുവ മുദാഫുൻ. ഓക്കെ, പിന്നെ അല്ലാഹി എന്താ? ഇസ്മുൽ ജലാൽ അല്ലെങ്കിൽ ലഫ്ലുൽ ജലാലത്തി മുദാഫുൻ ഇലൈഹി മജ്റൂർ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ മുഹമ്മദുൻ മുബ്തദഉൻ, റസൂലു ഖബറുൻ വഹുവ മുദാഫ്. ഇവിടെ മുദാഫ് ഖബറായി വന്നു. അല്ലാഹി ലഫ്ലുൽ ജലാലത്തി മുദാഫുൻ ഇലൈഹി മജ്റൂർ. ബാറക്കല്ലാഹു ഫീക്കും.